പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാതെ കേന്ദ്ര സർക്കാർ. വാണിജ്യമന്ത്രി വിളിച്ച വാർത്താ സമ്മേളനത്തിലും കരാറിനെ കുറിച്ച് വിശദീകരിച്ചിട്ടില്ല. കരാർ സമസ്ത മേഖലയ്ക്കും ഗുണം ചെയ്യുമെന്നായിരുന്നു കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ പ്രതികരണം. ये डबल स्टैंडर्ड्स जो राहुल गांधी जी बार बार दिखाते हैं, जिसमें कांग्रेस ने भारत को झोंक दिया था 2011-12 में, एक प्रकार से चाइना के साथ एफटीए करने का पाप राहुल गांधी ने किया था, उससे भी माननीय प्रधानमंत्री जी ने देश को बचाया. വ്യാപാര കരാറിൽ വൻ പ്രതിഷേധത്തിനാണ് ഇന്ന് പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത്. പ്രധാനമന്ത്രി രാജ്യത്തെ ട്രംപിന് വിറ്റെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. രാജ്യത്തിന്റെ പരമാധികാരം മോദി ട്രംപിന് മുന്നിൽ അടിയറ വെച്ചെന്ന് രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് ആഞ്ഞടിച്ചു. कि हमारे प्रधानमंत्री को कॉम्प्रोमाइज कर दिया गया है. किसने किया है, कैसे किया है, ये हिंदुस्तान की जनता को सोचना है. मगर इतिहास में पहली बार हिस्ट्री में एलओपी को प्रेसिडेंशियल एड्रेस में नहीं बोलने दिया है. वो तो ऑटोमेटिकली होगा. बट ये आप समझिए, और हिंदुस्तान के जो किसान हैं आप सब समझिए कि इस ट्रेड डील में आपकी मेहनत को, आपके खून पसीने को नरेंद्र मोदी जी ने बेच दिया है. और वो इसलिए बेचा है क्योंकि ये कॉम्प्रोमाइज्ड है. So where is this country going, sir? Sir, I am speaking in anguish. I am not happy about it, sir, when I speak that. The question tomorrow posed, Anupriya Patel ji, who is the petroleum minister of this country? You are not, even Hardeep Singh Puri is not the petroleum minister. Donald Trump, he will tell you where to buy the oil from. Stop the oil from Iran. Stop the oil from Venezuela. Stop the oil from Russia. We will stop. പി ആർ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പി ആർ സുനിൽ, ഇപ്പോഴും ഇൻഡോ യു എസ് വ്യാപാര കരാറിനെ കുറിച്ച് കൂടുതലൊന്നും നമുക്കറിയില്ല. സ്റ്റേറ്റ്മെന്റ് പറയുമെന്ന് പറഞ്ഞ പീയൂഷ് ഗോയൽ ആവട്ടെ ഓൺലൈനിലൂടെ നടത്തിയ പ്രതികരണത്തിലും കാര്യമായി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടില്ല. ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്കാണ് ഇവിടെ പ്രൊട്ടക്ഷൻ ഉണ്ടാവുക, പ്രത്യേകിച്ച് കാർഷിക ഉൽപ്പന്നങ്ങൾ, പാൽ ഉൽപ്പന്നങ്ങൾ, ഇതിനൊക്കെ വലിയ രീതിയിൽ സംരക്ഷണം നൽകിയില്ലെങ്കിൽ നമ്മുടെ കർഷകരുടെ നടുമുടിക്കും. അവിടെയാണ് 0% ഇപ്പോൾ ഇന്ത്യ ഇമ്പോർട്ട് ഡ്യൂട്ടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും നികുതി എടുത്തു കളഞ്ഞിരിക്കുന്നു. വിവേചനപരമാണ് ഈ തീരുവ രീതി എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം. രാജ്യത്തെ അമേരിക്കയ്ക്ക് വിറ്റു എന്നുള്ള വലിയ ഗുരുതരമായ പ്രതികരണം കൂടി പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് സർക്കാർ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ? അരുൺ, ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച ഡൊണാൾഡ് ട്രംപിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനം വലിയ രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞു. ഇന്ന് ഈ വിഷയം പാർലമെന്റിന്റെ ഇരുസഭകളിലും ശക്തമായി തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. സറണ്ടർ മോദി എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടായിരുന്നു ഇന്ന് പ്രതിപക്ഷം സർക്കാരിനെ നേരിട്ടത്. രാജ്യത്തെ ഡൊണാൾഡ് ട്രംപിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിറ്റു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. അതേസമയം ഈ വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടി നൽകാൻ ഇതുവരെ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. കരാർ സംബന്ധിച്ച് വിശദീകരണം നൽകാൻ വൈകിട്ട് 5:15 കേന്ദ്ര വാണിജ്യ മന്ത്രി ഒരു വാർത്താ സമ്മേളനം വിളിച്ചു. പക്ഷേ അതൊരു വാർത്താ സമ്മേളനമായിരുന്നില്ല, ഓൺലൈൻ വഴിയുള്ള ഒരു പ്രസ്താവന മാത്രമായിരുന്നു. ആ പ്രസ്താവനയിൽ ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കി എന്ന് മാത്രമാണ് പീയൂഷ് ഗോയൽ പറഞ്ഞത്. ആ ഓൺലൈൻ പ്രസ്താവനയ്ക്കിടയിൽ ഏതാണ്ട് ഭൂരിഭാഗം സമയവും പീയൂഷ് ഗോയൽ ചെലവിട്ടത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ള രാഷ്ട്രീയ ആരോപണത്തിന് വേണ്ടി മാത്രമായിരുന്നു. ഏതായാലും ഈ കരാർ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങളും ഒരുപാട് ചോദ്യങ്ങളുമാണ് ഇപ്പോഴും പ്രതിപക്ഷം ഉയർത്തുന്നത്. അപ്പോഴും ഈ കരാർ എന്താണ്, ഈ കരാറിന്റെ ഉള്ളടക്കം എന്താണ്, ഈ കരാർ പ്രകാരം എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇതുവരെ സർക്കാർ പങ്കുവച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഏതായാലും ഈ വിഷയം ഉയർത്തി വലിയ പ്രതിഷേധ നീക്കത്തിന് തന്നെയാണ് പ്രതിപക്ഷം ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് പാർലമെന്റിന്റെ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിഷേധ കാഴ്ചകൾ തന്നെയായിരിക്കും. നാളെയും ഈ വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് ഇരുസഭകളിലും വലിയ നീക്കത്തിന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം.